റിലേ റേസ് പോലെയാണ് ദൈവരാജ്യ ശുശ്രൂഷ. നീ മരിച്ചാൽ നീ മരിച്ച് അവസാനിപ്പിച്ചെടുത്ത് മറ്റൊരാളെ കൊണ്ട് ദൈവം ആ ബാറ്റൺ എടുപ്പിച്ച് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു സുവിശേഷകനെ കൊന്നാൽ സുവിശേഷം പരാജയപ്പെട്ടില്ല. അടുത്തയാള് ബാറ്റൺ എടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടും. ഒരാള് പിന്മാറിയാൽ, അതുകൊണ്ട് സുവിശേഷ വേല തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരാള് പിന്മാറിയാൽ കർത്താവ് മറ്റൊരാളെ അഭിഷേകം ചെയ്ത് അയാൾ ആ ബാറ്റൺ എടുത്തുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് ദൈവരാജ്യ ശുശ്രൂഷ. അതുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോ യേശു രംഗത്തേക്ക് വരികയാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോ ഏലീഷായുടെ മേൽ അഭിഷേകത്തിന്റെ പതപ്പ് വീഴുകയാണ്. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ ഇല്ലാതായാലും ശുശ്രൂഷ അവസാനിക്കുന്നില്ല. ഒരു ദൈവവചന പ്രഘോഷകൻ മരിച്ചു വീണാലും വചനപ്രഘോഷണം അവസാനിക്കുന്നില്ല. ഒരു ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് തിരശീല വീണാലും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നില്ല. ഒരു ശുശ്രൂഷകന്റെ അഭിഷേകം ഇല്ലാതായാലും ശുശ്രൂഷയിൽ ദൈവം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.